വെൽക്കം ടു എഫ് കുക്കറി വ്ളോഗ്സ്. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇന്ന് എഗ് പെപ്പർ റോസ്റ്റും അതുപോലെ തന്നെ ഇടിയപ്പവും അതിൻ്റെ ഒരു കോംബോയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ആദ്യം തന്നെ കുറച്ച് മസാല റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അത് ആദ്യം നമുക്ക് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ പെരുംജീരകവും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. ഇതിലേക്ക് തന്നെ കുറച്ച് ഏലയ്ക്ക, പട്ട, ഗ്രാമ്പൂ ഇത്രയും കൂടി ഇട്ട് കൊടുക്കണം. ഇത്രയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂടെ ആദ്യം തന്നെ പൊടികളൊന്നും ചേർക്കണ്ട കേട്ടോ. പൊടികളെല്ലാം ചേർത്താൽ കരിഞ്ഞു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആദ്യമേ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം, നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് പൊടിയിൽ ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഈ പൊടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ആ ചട്ടിയുടെ ചൂട് മാത്രം മതിയാവും ഒന്ന് റോസ്റ്റായി കിട്ടാനായിട്ട് ഈ പൊടികൾ. അപ്പോൾ അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അത് തണുക്കുന്ന ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുക. ഇല്ലെങ്കിൽ ചട്ടി പുകഞ്ഞു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് 1-2 ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു വറ്റൽമുളകും കൂടി പൊട്ടിച്ചിടുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാനിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3ഉം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. അത് ഇട്ടതിന് ശേഷം നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷമാണ് ഇതുപോലെ ഇളക്കിയെടുക്കുന്നത്. അത് ഇളക്കിയെടുത്തതിന് ശേഷം ഞാനിവിടെ 4 സവാള, മീഡിയം സൈസിലുള്ള 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തോട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കും. ഇതിലേക്ക് ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ആദ്യമേ തന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്താൽ നല്ല മണമായിരിക്കും നമ്മുടെ കറിക്ക്. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം കുരുമുളകും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. ഞാനിതെല്ലാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ആ ഒരു ടൈമിൽ നമുക്ക് ഇടിയപ്പം പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇടിയപ്പത്തിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടു നോക്കണേ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇടിയപ്പം ഒന്ന് തണുത്ത് വന്നതിന് ശേഷം ചെറു ചൂടോട് തന്നെ ഇതുപോലെ കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കണം. കൈകൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ കൈ നിന്ന് നനച്ചു കൊടുത്തിട്ട് വേണം ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാനേ.
ഇടിയപ്പം അവിടെ ഇരുന്ന് വേവുന്ന ആ ഒരു ടൈമിൽ നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച മസാല നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അത് നന്നായിട്ട് ഇപ്പോൾ തണുത്തിട്ടുണ്ട്. അതേ ടൈമിൽ തന്നെ ആ ഉള്ളി നന്നായിട്ട് തന്നെ നമുക്ക് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ച റോസ്റ്റഡ് മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നമ്മളിത് റോസ്റ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. എന്നിരുന്നാലും 1-2 തവണ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരും. ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കണം. ഇനി ഈ കറിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. ഇതിലേക്ക് ഒരല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നമ്മുടെ കറിക്ക് നല്ലൊരു കളറും അതേസമയം നല്ലൊരു ടേസ്റ്റും കൊടുക്കും. അപ്പോൾ അത് അവിടെ ഇരുന്ന് തിളയ്ക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഇടിയപ്പം വെന്തോന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇടിയപ്പമൊക്കെ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം തൊട്ടതിന് ശേഷം ഒന്ന് തൊട്ട് നോക്കുക. ഇപ്പം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. കുക്കായിട്ടില്ലെങ്കിൽ കയ്യിലത് ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട 2ആയിട്ട് കീറിയതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കാം. മുട്ടയെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം കറി ഇതുപോലെ കോരി അതിൻ്റെ മുകളിലോട്ടൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. അതിന് ശേഷം ഒരു തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കറി റെഡിയായി. ഈ കറി ഇടിയപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല, ഒറട്ടി, ചപ്പാത്തി, അപ്പം ഇതിൻ്റെ കൂടെയൊക്കെ പോകുന്ന നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള കറിയാണ്. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പവും അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള നമ്മുടെ എഗ് പെപ്പർ റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.